നമസ്കാരം, ഞാൻ മിനി ഡൊമിനിക് ഫ്രം പൂണോളിൽ സിൽക്സ്. ഇന്ന് റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ്. ഡിസൈനർ ഫാബ്രിക്കിൽ നിന്ന് ഡിസൈനിങ് സെക്ഷനിൽ നിന്നിട്ട് നമുക്കുള്ളൊരു വീഡിയോ ആണ്. ഇത് വരുന്നത് ഒരു 60 ഇഞ്ച് വീതിയിലേക്ക് വരുന്ന പ്ലെയിൻ നെറ്റുകളാണ്. അപ്പോൾ അതിന് കോൺട്രാസ്റ്റായിട്ട് കോൺട്രാസ്റ്റ് അല്ല, വർക്ക് മെറ്റീരിയൽ അതിലേക്ക് വരുന്ന നെറ്റ് ഫാബ്രിക്കും പ്ലെയിൻ നെറ്റുമാണ്. ഡിസൈനർ ഫാബ്രിക്കും പ്ലെയിൻ നെറ്റും. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഗാതേർഡായിട്ട് വന്നിട്ടുള്ള ഒരു സ്ലീവ് മാനിക്യൂൻ സെറ്റ് ചെയ്തിരിക്കുന്നു. വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. നമുക്കിത് ഒരു പൗഡർ ഷെയ്ഡ്സിലേക്കാണ് വരണേ. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ മാനിക്യൂൻ സെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇനിയും മറ്റ് കളറുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഡിസൈൻ ഫാബ്രിക്കിൻ്റെ വീഡിയോ ആണ് ഇന്ന്. ഇപ്പം നമ്മൾ മാനിക്യൂൻ സെറ്റ് ചെയ്ത് കാണിച്ച പൗഡർ ബ്ലൂ, അതിൻ്റെ തന്നെ ഒരു പൗഡർ പിങ്ക് ഷെയ്ഡാണിത്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ ഫാബ്രിക്. ഇതിൻ്റെ പെർ മീറ്റർ 795 ആണ് വരണേ. നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ട് 2 സൈഡ് സ്കാലോപ്പ്. ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് 5.5 മീറ്റർ ഒരു സാരി പർപ്പസിൽ, ഡിസൈനർ സാരി എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ വെഡ്ഡിങ് സാരി ആയിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നൈറ്റ് ഫങ്ഷനോ എന്തെങ്കിലും നമുക്കൊരു നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനും നല്ല ഫൈൻ ഫിനിഷിംഗ് ആയിട്ട് ലൈറ്റ് വെയ്റ്റ് ആണത്. നല്ല പഞ്ച് ചെയ്ത് വന്നിട്ടുള്ളൊരു ഒരു വർക്കാണ്. ഫ്ലോറൽ ഡിസൈൻസ്. ഇനി ഇതൊരു ഗൗൺ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 48 ഇഞ്ച് വീതിയിലേക്ക് ഗൗൺ സാറ്റിൻ വരുന്നു. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യുമ്പോഴേക്കും ഇതാണ് ഇതിൻ്റെ ഒരു വർക്ക് മെറ്റീരിയൽ വരണേ. ഇനി ഇത് യോക്ക് പോർഷൻ കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ജോർജറ്റിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ഒരു യോക്ക് സെറ്റ് ചെയ്യാം. താഴേക്കുള്ള മെയിൻ മെറ്റീരിയലായിട്ട് സെറ്റ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ ഇത് പ്രീമിയം സാറ്റിൻ ആണ്. ഇത് തന്നെ നമുക്ക് താഴേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഈ പ്രീമിയം ഗൗൺ സാറ്റിൻ ഇപ്പം നമുക്ക് നല്ല ട്രെൻഡാണ്. അപ്പോൾ അതിൻ്റെ തന്നെ പല വെറൈറ്റീസ് പല റേറ്റിൽ വരുന്നുണ്ട്, പല ക്വാളിറ്റിയിൽ. ഒരു 650 തുടങ്ങിയിട്ട് നമുക്ക് ഗൗൺ സാറ്റിൻ അവൈലബിൾ ആണ്. ഈ മെറ്റീരിയൽ പെർ മീറ്റർ വരുന്നത് 550 ആണ്. പ്രീമിയം ക്വാളിറ്റിയാണ് ഗൗൺ സാറ്റിൻ. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ജോർജറ്റ് സെറ്റ് ചെയ്യാം. ഒരു ആലിയക്കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമുക്കൊരു ഫങ്ഷൻ വെയറായിട്ട് ലെഹങ്ക, അതുപോലെ ബ്രൈഡൽ സാരി, വെഡ്ഡിങ് സാരി, ഗൗൺ സാറ്റിൻ, അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി വരുന്നത്. ഇതിന് നമുക്ക് സാറ്റിൻ സെറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ ഇങ്ങനെ വരുന്നു. ഒരു നല്ല ഷൈനിങ് ആണ് ഇതിന്. ഒരു ചെറിയ സീക്വൻസിൻ്റെ മൈൽഡ് ഷൈനിങ്. ഇത് വരുന്നത് ഒരു ലൈറ്റ് മെറൂൺ കോഫി ആ ഒരു കളർ ടോൺ. ഇത് ഇങ്ങനെ വരുന്നു. സീത്രൂ ഒക്കെ ആയിട്ട് ചെയ്താലും നല്ല ഭംഗിയാണ്. മെയിൻ സാറ്റിൻ കൊടുക്കുക, പ്ലെയിൻ ജോർജറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഓർഗൻസ കൊടുക്കുക. വർക്ക് DM മെറ്റീരിയൽ. ഇതൊരു ലൈറ്റ് പീച്ച് കളറ്, 44 ഇഞ്ച് വീതി, 2 സൈഡ് സ്കാലോപ്പ്. നെക്സ്റ്റ് ഒരു ഡാർക്ക് പർപ്പിൾ കളർ, വയലറ്റ് പർപ്പിൾ ആ ഒരു കോമ്പിനേഷൻ, 2 സൈഡ് സ്കാലോപ്പ്. 5.5 മീറ്റർ എടുത്തിട്ട് നമുക്ക് സാരി സെറ്റ് ചെയ്തെടുക്കാം. ടു സൈഡും ഫിനിഷ് ചെയ്തിട്ട് ഒന്നും ചെയ്യണ്ട, 5.5 മീറ്റർ സാരി ആയിട്ട് പോകാം. ഇതിൻ്റെ പ്ലെയിൻ സാറ്റിൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ബോട്ടിൽ ഗ്രീൻ. ഇതിൻ്റെ വർക്ക് ഹൈലൈറ്റ് ചെയ്ത് വരുന്നത് ഇങ്ങനെയാണ്. നെക്സ്റ്റ് മെഹന്തി ഗ്രീൻ. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ്. ബേസ് ഫാബ്രിക് നെറ്റ്, അതിനോട് ചേർന്ന് പോകുന്ന വർക്കുകൾ, ഫ്ലോറൽ ഡിസൈൻ. നേവി ബ്ലാക്ക്, ഡീപ്പായിട്ടുള്ളൊരു ജെറ്റ് ബ്ലാക്ക് അല്ല, ഇങ്ങനെ പോകുന്നു. നെക്സ്റ്റ് വർക്ക് മെറ്റീരിയൽ. ഇതിങ്ങനെ ഷോള് സെറ്റ് ചെയ്യാം, ലെഹങ്ക, ലാച്ച. വർക്കിൻ്റെ ഹൈലൈറ്റ് ഇങ്ങനെ വരുന്നു. ചെറിയൊരു ക്രീപ്പർ പാറ്റേൺ പോലെ ഫ്ലോറൽ ഡിസൈൻസ്, ചെറിയൊരു ഗ്ലിറ്ററിങ്ങും, 2 സൈഡ് സ്കാലോപ്പ്. ഇത് മെഹന്തി ഗ്രീൻ. ഇതൊരു ബ്ലൂ,
44 ഇഞ്ച് വീതി, 2 സൈഡ് സ്കാലോപ്പ്. ഇതൊരു പൗഡർ ബ്ലൂ. നെക്സ്റ്റ് ഫുൾ സ്കാലോപ്പ് വന്നിട്ട് തിക്കായിട്ടുള്ള ഒരു ഫാബ്രിക്, ഒരു റാണി കളറ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ്. നമ്മളുടെ എല്ലാ ഫംഗ്ഷനും കസവിലേക്ക് പോയിട്ട് പിന്നീട് ഒരു ഡിസൈനർ ഫാബ്രിക് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് റിസപ്ഷൻ സെറ്റ് ചെയ്യാം. ഇനിയിപ്പം നമുക്ക് അമ്മമാർക്കൊക്കെ ആണെങ്കിൽ ഒരു റോസ് സിൽക്കിൻ്റെ ഈ സെയിം കളർ ടോപ്പ് ബോട്ടം. ഇത് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ദുപ്പട്ട. നല്ല ഭംഗിയാണ്. ഇത് ഒരു കോൺസെപ്റ്റ് അങ്ങനെയാണ്. ഒരു സിൽവർ ജെറിയാണ് ഇതിലേക്ക് വരുന്നത്. പെർ മീറ്റർ 570. ഇതൊരു ബ്രിക്ക് കളറ്, വെരി വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു കളറാണ്. ഇതാണ് ഇതിൻ്റെ നമ്മുടെ സ്കിന്നിനോട് ചേരുമ്പോൾ വരുന്ന കളറ്. ഇതിൻ്റെ സെയിം കളറിൽ തന്നെ ലൈനിങ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ സാരിയാണ് സെറ്റ് ചെയ്യണമെങ്കിൽ അണ്ടർസ്കേർട്ടും ബ്ലൗസിൻ്റെ ലൈനിങ്ങും ആ ഒരു സാറ്റിനിലേക്ക് പോകാം. ലെഹങ്ക അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്കൊരു ബ്രൈഡൽ കോൺസെപ്റ്റിലും ഒരു ആവറേജ് പ്രൈസിന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത്സ് ആണ്. അതോടൊപ്പം തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റിയാണ്. ഇതാ മെഹന്തിയിൽ തന്നെ ഏറ്റവും ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു കളറ്. ഒരു സിൽവർ ജെറിയാണ് ഇതിലേക്ക് എംബ്രോയിഡറിയിലേക്ക് ത്രെഡിൻ്റെ കൂടെ പോയിരിക്കണേ. അതാണ് ഇതിൻ്റെ ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള ഏറ്റവും നല്ല ലുക്ക്. ഇത് വരുന്നത് നല്ല ഹാപ്പി ബ്ലൂ. ഇത് നല്ലൊരു വയലറ്റ് ആൻഡ് സിൽവർ. ഒരു വെഡ്ഡിങ് കോൺസെപ്റ്റാണ്. ഇതെല്ലാം തന്നെ ഒരു വെഡ്ഡിങ് കോൺസെപ്റ്റാണ്. ഇത് നല്ലൊരു 2 സൈഡ് സ്കാലപ്പ്. ഇതെങ്ങനെ പോകുന്നു. ഇതിൻ്റെ 2 സൈഡും നല്ല ഫിനിഷിംഗ് ആണ്. ഇത് ഏത് വശം നല്ല നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ 2 സൈഡും നല്ല ഫിനിഷിംഗ് ആണ്. നെക്സ്റ്റ് ഒരു ബ്രൗൺ. ഓരോ ബുട്ട പോലെ ഇങ്ങനെ വരുന്നു. നമുക്ക് വെഡ്ഡിങ് സാരിയൊക്കെ ആയിട്ട് അടിപൊളി വെഡ്ഡിങ് സാരി സെറ്റ് ചെയ്തെടുക്കാം. ഒരു റിസപ്ഷൻ സെറ്റ് ചെയ്തെടുക്കാം. ഇത് വർക്ക് മെറ്റീരിയലായിട്ട് എടുത്തിട്ട് ഇതിൻ്റെ പ്ലെയിൻ മെറ്റീരിയൽ എടുത്ത് ഡ്രേപ്പിംഗ് നെറ്റ് സെറ്റ് ചെയ്തിട്ട് ഒരു ഡ്രേപ്പിംഗ് ഗൗണായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. ഇതൊരു സഫയർ ഗ്രീൻ. ഇതൊരു ഹാപ്പി ബ്ലൂ. ഇതൊരു കോഫി മെറൂൺ, ബീട്രൂട്ട് മെറൂൺ, ആ ഒരു കോമ്പിനേഷൻ. ഇത് വീണ്ടും ഒരു നേവിയുമല്ല ബ്ലാക്കുമല്ല, അങ്ങനെ വന്നിട്ടുള്ളൊരു കളറ്. ഗ്രീൻ, മെറൂൺ. ഇത് വീണ്ടും ഡാർക്ക് കോഫി. വളരെ വെറൈറ്റി ആയിട്ടുള്ള ചില കാഞ്ചീപുരം സാരിയിൽ മാത്രം കിട്ടുന്ന ഒരു ഡീപ്പ് കോഫി ബ്രൗൺ. ഇതൊരു പൗഡർ ബ്ലൂ. അപ്പം ഇതൊക്കെ ഇങ്ങനെ ഒരു സ്കാലോപ്പൊക്കെ ആയിട്ട് നെറ്റിലോട്ടായിട്ട് ചെയ്തെടുത്താൽ നല്ല ഇതാണ് വർക്കിൻ്റെ ഡീറ്റെയിൽ വരണേ. നമ്മൾ ഗൗണൊക്കെ സെറ്റ് ചെയ്യുമ്പോഴേക്കും ഇതൊക്കെ ഇങ്ങനെ നെറ്റിൽ വെച്ചിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ഓരോന്ന് സെറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും അല്ലേ, യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. നെക്ക് കുറച്ച് സീത്രൂ ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ വർക്ക് മെറ്റീരിയൽ, യോക്ക് പോർഷൻ ഇത് തന്നെ, അത് ഇതിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ടുള്ള ആ സാറ്റിൻ വരുമ്പോഴാണ് അതിൻ്റെ ഭംഗി വരുന്നത്. ഇതെല്ലാം ഇങ്ങനെ മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വർക്ക് മെറ്റീരിയലാണ്. പെർ മീറ്റർ 395. അതിൻ്റെ തന്നെ കളർ ചേഞ്ച്, മെറൂൺ, ഒരു ഗ്രീൻ ടോൺ, ഇതൊരു ബ്ലൂ, പൗഡർ ബ്ലൂ, പെർ മീറ്റർ 795 ആണ്.
ഇതാണ് വർക്ക്. ഒരു ടർക്കോയിഷ് ബ്ലൂ, ഇത് വേണ്ടി 2 സൈഡ് സ്കാലോപ്പ്, നല്ല തിക്ക് വർക്ക്. ഇതാ ഇങ്ങനെ വരുന്നു. ഇതും 5.5 മീറ്റർ സാരിക്ക് പറ്റിയിട്ടുള്ള നല്ല. പിന്നെ ഇതിൻ്റെ പ്ലെയിൻ നെറ്റ് കൊടുക്കാം താഴേക്ക്, എന്നിട്ട് ബ്ലൗസ് സെറ്റ് ചെയ്തെടുക്കാം. ഓർഗൻസയായിട്ട് ചേർന്ന് പോകും. ഡയബിളായിട്ടുള്ള ഏത് മെറ്റീരിയലും ഡൈ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു കളറിലേക്ക് സെറ്റ് ചെയ്തെടുക്കാം. ഇത് വേറൊരു കളറ്, ഒക്കെ ഒരു നിയോൺ ബ്രിക്ക് ആ ഒരു കളർ കോമ്പിനേഷനാണ്. ഇതൊരു ബർഗണ്ടി കളർ ടോൺ. പെർ മീറ്റർ 625. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കാണിച്ചിരിക്കുന്ന റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത്സ് ആണ്. ഇത് വെച്ചിട്ട് നമുക്കൊരു 5.5 മീറ്റർ സാരി ആയിട്ട് സെറ്റ് ചെയ്തെടുത്താൽ ഇപ്പോൾ 625 ഒക്കെ ആകുമ്പോഴേക്കും 5.5 മീറ്ററിൽ വരുമ്പോഴേക്കും ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ 3000 ബിലോ വരും. അപ്പോൾ അങ്ങനെ ആ ഒരു റേഞ്ചിലൊക്കെ എല്ലാം മൾട്ടിപർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലാച്ച, ലെഹങ്ക, ചുരിദാർ സെറ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ പറ്റിയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസാണ്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ് ത്രൂ പർച്ചേസ് ചെയ്യുക. ഇത് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മളുടെ ഡിസൈനിങ് സെക്ഷനിൽ നിന്നുള്ള വീഡിയോസാണ്. പുതിയ പുതിയ മെറ്റീരിയൽസ് ഇപ്പം ഇങ്ങനെ ഒരു വെഡ്ഡിങ് സീസൺ ആയതുകൊണ്ട് തന്നെ പുതിയ വെഡ്ഡിങ് ബ്രൈഡ്സിൻ്റെയൊക്കെ ഒരുപാട് സെറ്റുകൾ ഇപ്പം ഇങ്ങനെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ മാക്സിമം സ്റ്റോർ വിസിറ്റ് ചെയ്യുക. ഒരുപാട് പേര് വന്നു. ഈ ഒരു ഓണം ഫെസ്റ്റിവൽ ആ ഒരു ടൈമിൽ നമുക്ക് നേരിട്ട് കാണാൻ ഒരുപാട് പേർക്ക് സാധിച്ചു. അപ്പോൾ അങ്ങനെ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.